കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MMPC 018 ആണ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന പേപ്പറിന്റെ PYQ ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്യുന്നത് ഡിസംബർ 2025 നടക്കുന്ന ടേം ആൻഡ് എക്സാമിനേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനകത്ത് ഹൈലൈറ്റിംഗ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ യൂണിറ്റ് ആണ് പ്രധാനപ്പെട്ടത്, ഏതൊക്കെ ബ്ലോക്ക് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, പാറ്റേണിൽ വന്ന ചേഞ്ചസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു PYQയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്യുമെന്റ് റോഡ് മാപ്പിംഗ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മളുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ്. സെക്കൻഡ് എക്സാം പാറ്റേൺസ് അനലൈസ് ചെയ്യുന്നുണ്ട്. റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുന്നുണ്ട്. ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ്, ഏത് ടോപ്പിക്കാണ് കൂടുതലും വരാൻ സാധ്യതയുള്ളതെന്നും കൂടാതെ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്നും അതുകൂടാതെ തന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിങ്ങിനകത്ത് നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ ഇപ്പൊ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഒക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ സാധിക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റി റെക്കഗ്നൈസേഷൻ, ബിസിനസ് പ്ലാനിങ്, MSME ഫിനാൻസിങ്, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്, ഇന്നോവേഷൻസ്, സോഷ്യൽ, ഫാമിലി, റൂറൽ ഓൺട്രപ്രണർഷിപ്പ്, ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന കുറേ ടോപ്പിക് ഉണ്ട്. റെഗുലർ ബേസിസിൽ നമ്മുടെ എക്സാംസിൽ ചോദിച്ചു വരുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം പൊതുവെ നമ്മുടെ എക്സാമിൽ പാറ്റേൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾക്ക് ഒരു ഷോർട്ട് എസ്സേയും ലോങ് എസ്സേയും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോ പ്രാവശ്യവും ചേഞ്ച് ചെയ്ത് വരാറുണ്ട്. ഇപ്പൊ ബാലൻസ് ചെയ്ത് വരാറുണ്ട്. ഷോർട്ട് എസ്സേസും അതേപോലെ തന്നെ ലോങ് എസ്സേസും ഒക്കെ ബാലൻസ് ചെയ്ത് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏതൊക്കെ പാറ്റേൺ ആണെന്നും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യൻസ് വളരെയധികം റിപ്പീറ്റഡ് ആണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറെ നമുക്ക് കൃത്യമായി പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് ഉറപ്പുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത കുറെ യൂണിറ്റും ബ്ലോക്കും ടോപ്പിക്സും ഒക്കെ ഉണ്ട്. അതിൽ നിന്നും എന്തുമാത്രം ക്വസ്റ്റ്യൻസ് വരുമെന്നും അതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. അടുത്തത് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് ആണ്. അപ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്നും അതുപോലെ ഓരോ യൂണിറ്റിൽ നിന്നും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന മാർക്ക്, അല്ലെങ്കിൽ ഇത്ര ശതമാനം ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇത്ര ശതമാനം വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരും എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്ത് പറയാനായിട്ട്, ഇപ്പൊ 100 മാർക്കില് 15%, 10% ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ന ബ്ലോക്കിൽ നിന്നാണ്, ഇന്ന യൂണിറ്റിൽ നിന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും വിധമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ എന്താണ് അടുത്തതായിട്ടുള്ളത്, മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ. നിങ്ങൾക്കറിയാം കഴിഞ്ഞൊക്കെ പ്രീവിയസ് ഇയറിലെ PYQ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ തന്നെ നമ്മൾ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മളൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ് വരുന്നത്, അത് ഏത് യൂണിറ്റ് ആണ്, ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റിലാണെന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ഈ എക്സാം എഴുതണം, നമ്മൾ ഓരോ എക്സാം അല്ലെ ഓരോ മാർക്കിനനുസരിച്ചിട്ട് എന്തുമാത്രം വേർഡ്സ്, എത്ര പേജസ് നമ്മൾ കവർ ചെയ്യണം എന്നുള്ളത് നമ്മളിവിടെ നോക്കുന്നുണ്ട്. കൂടുതലായും നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്, സ്റ്റുഡൻസിനെ മോട്ടീവ് ചെയ്യുക, നമ്മുടെ സ്റ്റുഡൻസിനെ എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്തെടുക്കും. ഇപ്പൊ ലേൺവൈസിന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ അറിയാം, നമ്മൾ പല കാര്യങ്ങളും പല വർക്ക്ഷോപ്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ ഏറ്റവും അവസാനത്തെ വർക്ക്ഷോപ്പ് എന്ന് പറയാം, എന്ത്, ഈ PYQ എന്ന് പറയുന്നത്. കാരണം ഒരു അവസാന ഘട്ട പ്രിപ്പറേഷൻസിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഈ അൾട്ടിമേറ്റ് അനാലിസിസ് തന്നെയാണ്.
അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ആയിട്ടുള്ളത് എന്താണ്, സിലബസ് മാപ്പിംഗ് ആണ്. അത് സിലബസ് മാപ്പിംഗ് എങ്ങനെയാണ്, ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആണ് നമ്മളിത് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് വൈസ്, ബ്ലോക്ക് 1 ആണ് നോക്കുന്നത്. ബ്ലോക്ക് 1 ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഓൺട്രപ്രണർഷിപ്പ്, അതിലെ ടോപ്പിക് ആയിട്ടുള്ള എവല്യൂഷൻ ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ഓവർവ്യൂവിനകത്ത് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് തന്നെ ടൈപ്പ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് 2 പ്രാവശ്യം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 ഓൺട്രപ്രണോറിയൽ കോമ്പിറ്റൻസീസ്, അതിലെ ഓൺട്രപ്രണോറിയൽ കോമ്പിറ്റൻസീസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തത് ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 3 ഡയമെൻഷൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് 4 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 തന്നെയാണ് അടുത്തതും ബ്ലോക്ക് 3 ഡയമെൻഷൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പില് റൂറൽ ഓൺട്രപ്രണർഷിപ്പ് 5 പ്രാവശ്യം എന്താണ് പരീക്ഷയ്ക്ക് ചോദിച്ചു വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തത് യൂണിറ്റ് 3 ഡയമെൻഷൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പില് വിമൻ ഓൺട്രപ്രണർഷിപ്പ്, നമ്മുടെ അസൈൻമെന്റിനും ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം നമ്മൾക്കിത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ബ്ലോക്കിൽ 1 തന്നെ യൂണിറ്റ് 3 തന്നെ ഉള്ളതാണ് ഗ്രൂപ്പ് ഓൺട്രപ്രണർഷിപ്പ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെയും ബ്ലോക്ക് 2 ഓൺട്രപ്രണർഷിപ്പ് ഇൻ ഇന്ത്യയിലെ യൂണിറ്റ് 6 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. അപ്പൊ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുള്ളത് നമുക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല, റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടില്ല. ബ്ലോക്ക് 3 അടുത്തത് യൂണിറ്റ് 7 ഇത് ബിസിനസ് ഐഡിയ ജനറേഷനെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 7 ബിസിനസ് ഐഡിയ തന്നെയാണ്. അപ്പൊ അതിൽ ഐഡിയ സ്ക്രീനിങ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പ്രധാനപ്പെട്ടതാണ്, പക്ഷെ പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ അത് വളരെ റെലവെന്റ് ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 7 ബിസിനസ് ഐഡിയയിൽ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ഐഡിയ ജനറേഷൻ തൊട്ട് മുകളിൽ ചോദിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്, പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ യൂണിറ്റ് 8 ബിസിനസ് പ്ലാനിങ് ആൻഡ് ഫീസിബിലിറ്റി അനാലിസിസ്, ബിസിനസ് പ്ലാൻ എന്താണെന്നുള്ളത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെയും ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 12 ഓൺ എന്റർപ്രൈസ് ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് എന്ന് പറയുന്ന പോർഷൻസ് ആണ്. അതിൽ പ്ലാൻ ലേഔട്ട് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 സ്പെഷ്യൽ ഇഷ്യൂസിനകത്ത് യൂണിറ്റ് 12 ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന പോർഷൻസ്, അതിൽ NSI ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, അത് ഒരു പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്കോറിംഗ് റൂൾസ് ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് 10 പ്രാവശ്യം അതിൽ കൂടുതൽ വരുന്നതിനെയാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. മീഡിയം ലെവൽ എന്ന് പറയുമ്പോൾ 5 തൊട്ട് 9 പ്രാവശ്യം, ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ 5 അതിൽ താഴെയോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ലോ ലെവലിൽ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്നാണ്. അപ്പൊ ഹൈ ലെവൽ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഓർ എബൌട്ട് 10 എന്നാണ്. മീഡിയം ലെവൽ 5 to 9, ലോ എന്ന് പറയുമ്പോൾ 5 അതിൽ താഴെയോ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര പ്രധാനപ്പെട്ടതല്ല എന്നാണ് അർത്ഥം. ഇപ്പൊ ഈ ഒരു ബാർ ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഓൺട്രപ്രണർഷിപ്പ് എന്ന സബ്ജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആണ്, രണ്ടാമത് ബ്ലോക്ക് 3, മൂന്നാമത് ബ്ലോക്ക് 4. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് 2 നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് നമുക്ക് ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഹീറ്റ് മാപ്പിൽ നോക്കിയാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ബ്ലോക്ക് 1 തന്നെയാണ്. ബ്ലോക്ക് 1, 2, 3 ആണ് ഏറ്റവും ബ്ലോക്ക് അല്ല യൂണിറ്റ് 1, 2, 3. ബ്ലോക്ക് 1 യൂണിറ്റ് 1, 2, 3 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിർബന്ധമായിട്ടും യൂണിറ്റ് 3 ഫുൾ പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം, കാരണം അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു ഇൻസൈറ്റ്സ് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റൂറൽ ഓൺട്രപ്രണർഷിപ്പ്, സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ്, വിമൻ ഓൺട്രപ്രണർഷിപ്പ്, ഇത്രയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് ലെവൽ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1, ബ്ലോക്ക് 3 ആണ് ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ളത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 3. പിന്നെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 10 തൊട്ട് 15 മാർക്കിന് വരെയാണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഒരു 350 to 450 വേർഡ്സ് വരെയാണ് നമുക്ക് എഴുതേണ്ടത്. ഷോർട്ട് നോട്ട്സിൽ 5, 10 മാർക്കിനാണ് ഷോർട്ട് നോട്ട്സ് വരുന്നത്. അത് 120 to 180 പേജസ് വേർഡ്സ് വരുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. കേസ് സ്റ്റഡീസ് വരാറുണ്ട്. കേസ് സ്റ്റഡീസ് 10 തൊട്ട് 15 മാർക്കിനാണ്. 250 to 350 വേർഡ്സ് വരുന്ന രീതിയിൽ കേസ് സ്റ്റഡീസ് എഴുതുക. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റിയൽ ലൈഫ് എക്സാമ്പിൾസ് ചോദിക്കും. വുമൺ ഓൺട്രപ്രണറിന്റെ നിങ്ങൾക്ക് ഒരു വുമൺ ഓൺട്രപ്രണറിന്റെ ബേസ്ഡ് നിങ്ങൾക്ക് ആ തിയറി എഴുതാമോ, അവിടെ ഒരു റിയൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഒരു 5 തൊട്ട് 10 മാർക്ക് വരെ ചോദിക്കും. പിന്നെ വെരി ഷോർട്ട് ആയിട്ടുള്ള ഡെഫിനിഷൻസോ കാര്യങ്ങളോ MCQ ക്വസ്റ്റ്യൻസോ ഒന്നും തന്നെ അങ്ങനെ നമുക്ക് ഒക്കേഷനിലെയാണ് ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല.
പിന്നെ എസ് എ ടൈപ്പ്, ലോങ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മീൻസ് 10 അല്ലെങ്കിൽ 20 തൊട്ട് 20 മാർക്കിന്റെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 350 to 450 വേർഡ്സിന് നിർബന്ധമായിട്ട് എഴുതുക. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ ഈ ഒരു രീതിയിൽ വേണം അത് എഴുതാനായിട്ട് ശ്രമിക്കേണ്ടത്. ഷോർട്ട് എസ്സേസ് ആകുമ്പോൾ ഒരു 5 to 10 മാർക്സിന്റെ ആണ്, 120 to 180 വേർഡ്സ് ആണ് വരേണ്ടത്. കൂടുതലും കമ്പാരിസൺ ആണ്. ഓൺട്രപ്രണർഷിപ്പും ഇൻട്രാപ്രണറും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മുടെ അസൈൻമെന്റിലൊക്കെ ഉള്ളതാണ്. അസൈൻമെന്റിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഷോർട്ട് എസ്സേസിൽ ചോദിക്കാറുള്ളത്. അടുത്ത കേസ് സ്റ്റഡി ആണ്, അപ്ലിക്കേഷൻ ആണ്. കൂടുതലായിട്ടും കേസ് സ്റ്റഡീസ് വരുന്നത് ഇന്നോവേഷൻ, എത്തിക്സ്, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്, MSME ബേസിസിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത്. അതൊരു 250 to 350 വേർഡ്സ് വരെയാണ് എഴുതേണ്ടത്. എക്സ്പെക്ടഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ 10 to 15 മാർക്സിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ച് കോട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഒരു 5 to 10 മാർക്സിന് ചോദിക്കും. 150 to 220 വേർഡ്സ് വരെ എഴുതാവുന്നതാണ്. അടുത്തത് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അവിടെ ബ്ലോക്ക്, സെഷൻസ്, ആവറേജ് മാർക്ക് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ബ്ലോക്ക് 1 ഓവർവ്യൂവിൽ ജൂണിലും ഡിസംബറിലും, ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025 ഇതിന്റെ ബേസിസിൽ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 നിന്ന് 36, 34, 32, 30, 30 ലെവലിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ടോട്ടൽ പറയുകയാണെങ്കിൽ 32.4% ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാംസിൽ ഔട്ട് ഓഫ് 100 32.4% ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 ഓൺട്രപ്രണർഷിപ്പ് ഇൻ ഇന്ത്യയിൽ നമുക്ക് 14.4% ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. വൈൽ കമ്പയറിംഗ് പാസ്റ്റ് 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 14.4% മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 2 നിന്നും. ബ്ലോക്ക് 3 നിന്നും എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ എന്റർപ്രൈസിൽ 40% നോക്കുക, 40% മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 40% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്ലോക്ക് 3 നിന്നും. ബ്ലോക്ക് 4 നിന്നും 13.2% ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫിഗറിനകത്ത് നോക്കുകയാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്, കേസ് സ്റ്റഡി, ആപ്ലിക്കേഷൻ ഇതിന്റെ ആ ഒരു റിപ്പീറ്റഡ് വേർഷനിൽ ഒരു ഗ്രാഫിക്കൽ മോഡൽ നമുക്ക് തന്നിട്ടുള്ളതാണ് വെയിറ്റേജ് അനുസരിച്ചിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീൻ കളർ നോക്കുക. ഗ്രീൻ കളർ കേസ് സ്റ്റഡീസ് ഒക്കെ കൂടുതലായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതേപോലെ യെല്ലോ ലൈനിലുള്ള ആപ്ലിക്കേഷനും ഇപ്പോൾ നിലവിൽ നോക്കിയാൽ കൂടി വരുന്നുണ്ട്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറയുന്നുണ്ട്, ഷോർട്ട് എസ്സേസും കുറയുന്നുണ്ട്. പക്ഷെ ആപ്ലിക്കേഷനും കേസ് സ്റ്റഡിയും കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നെ കേസ് സ്റ്റഡീസിൽ നമ്മൾ ഒരു 20% അല്ലെങ്കിൽ 28% നമുക്ക് എന്താണ് കൂടുതലും ഡിസിഷൻ മേക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ, നിങ്ങളായ വിഷയത്തെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ള ബേസിസിലുള്ളതായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും കറക്റ്റ് ആയിട്ട് നമുക്കൊരു ബ്ലോക്ക് 1 നിന്നും 3 നിന്നും ആയിരിക്കും വരുന്നുള്ളത്. എസെൻഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സ് വെച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉള്ളത് നമുക്ക് എന്താണ് പ്രിപ്പറേഷന്റെ ടിപ്സ് ആണ് പറയുന്നത്. അപ്പൊ 100 മാർക്കിന്റെ പരീക്ഷയാണ് എന്നുണ്ടെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് ഒരു 1 അവറിന് മുകളിലായിട്ട് അതിനു വേണ്ടി ചിലവഴിക്കാനായിട്ട് നോക്കും. ഒരു 1 അവറിന് മുകളിലായിട്ട് അതിനായിട്ട് ചിലവഴിക്കുക. കേസ് സ്റ്റഡീസിനാവുമ്പോൾ ഒരു 43 മിനിറ്റും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഒരു 20 മിനിറ്റും ഷോർട്ട് എസ്സേയും റിവൈസ് ചെയ്യാനും നമ്മൾ എഴുതിയ പോർഷൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ അല്ലയോ നോക്കാൻ ഒരു 5 to 10 മിനിറ്റ്സ് എടുക്കാവൂ. അപ്പൊ ഈ ഒരു ആവറേജ് ലെവലിൽ ഇപ്പൊ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ എല്ലാ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനോട് ഒരു 1 അവർ എടുത്തിട്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ ഒരു മിനിമം ഒരു 1 അവർ എടുക്കാൻ പാടില്ല, ഒരു 50 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മളുടെ ഷോർട്ട് നോട്ട്സും പിന്നെ ഒരു 43 മിനിറ്റ്സ് ഒക്കെ എടുത്ത് കേസ് സ്റ്റഡീസും റിസോൾവ് ചെയ്യുക. എന്നിട്ട് എല്ലാം കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാനായിട്ട് ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് ക്രോസ് ചെക്കിങ്ങിന് വേണ്ടി ഉപകരിക്കാവുന്നതാണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്തത് റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കുന്ന ഡിഫൈനിങ് ദ റൂറൽ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് റോൾസ് ഇൻ ആൻ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇതൊരു 5 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്. സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യനും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിത്ത് മോഡൽ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻ എക്സാമ്പിൾസ് വെച്ച് എഴുതാനാണ് പറയുന്നത്. ദെൻ ഇവാലുവേറ്റ് വുമൺ ഓൺടർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ ആൻഡ് ബാരിയർ ആൻഡ് പോളിസി സപ്പോർട്ട് 4 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ഓൺടർപ്രണർ ആൻഡ് ഇൻട്രാപ്രണർ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. അസൈൻമെന്റിന്റെ ഗൈഡ് ബുക്കിൽ അതിന്റെ ആൻസേഴ്സ് ഉണ്ട്. അടുത്തത് ഡ്രാഫ്റ്റ് ദ കീ കമ്പോണന്റ് ഓഫ് എ ബിസിനസ് പ്ലാൻ ഫോർ എ ന്യൂ വെന്യൂ
ജസ്റ്റിഫൈ ദ സീക്വൻസ്, അത് നമുക്കൊരു 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ ഐഡിയ ജനറേഷൻ ടെക്നിക്സ് ആൻഡ് ഇനിഷ്യൽ സ്ക്രീനിങ് പ്രോസസ്സ് ഒരു 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ഫീസിബിലിറ്റി അനാലിസിസ്, ടെക്നിക്കൽ, മാർക്കറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് ഹൗ ടു കമ്പൽ എവിഡൻസ് ഒരു 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഫാക്ടർ എഫക്റ്റിംഗ് പ്ലാന്റ് ലൊക്കേഷൻ ആൻഡ് ലേഔട്ട്, പ്രപ്പോസ് എ ബേസിക് MSME ലേഔട്ട് എന്ന് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മാപ്പ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് എക്കോസിസ്റ്റം ഫോർ ദ MSMEs സ്റ്റാർട്ടപ്സ്, ഇൻഡിക്കേറ്റ് എ റോൾ ഓഫ് കീ ഏജൻസീസ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എത്തിക്കൽ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് പ്രിൻസിപ്പിൾസ് ഫോർ എ ന്യൂ വെഞ്ചർ ആപ്റ്റ്, അത് നമുക്ക് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീക്വൻസി ടേബിൾ ആണ്. ഫ്രീക്വൻസി ടേബിൾ ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ എക്സ്പെക്ട് ചെയ്യുന്ന ആവറേജ് മാർക്കുമാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ദ റൂറൽ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് റോൾ ഇൻ ഇൻക്ലൂസീവ് ഗ്രോത്ത് വിത്ത് 2 എക്സാമ്പിൾസ്. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കോളമാണ് വന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ഔട്ട്ലൈൻ 2 കോമൺ മോഡൽ വിത്ത് ഇല്യൂസ്ട്രേഷൻ. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്ന് തന്നെയാണ്. 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിന്റെയാണ്. ഇവാലുവേറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഓൺട്രപ്രണർ ഇൻ ഇന്ത്യ, ബാരിയേഴ്സ് ആൻഡ് പോളിസി സപ്പോർട്ട് മെക്കാനിസം. അതും ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്നാണ്. 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്ക്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് ഇൻട്രാപ്രണർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. സെയിം ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നാണ്. 3 ടൈംസ് 5 മാർക്കിന്. 5 മാർക്ക് ഒരു ആവറേജ് ആണ് 5 മാർക്ക് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ് ദ കീ കമ്പോണൻസ് ഓഫ് എ ബിസിനസ് പ്ലാൻ ഓഫ് എ ന്യൂ വെഞ്ചർ, ജസ്റ്റിഫൈ ദ സെഷൻ സീക്വൻസ്ലി. ബ്ലോക്ക് 3 യൂണിറ്റ് 8 നിന്നാണ്. 3 ടൈംസ് 10 മാർക്സ്. ഡിസ്ക്രൈബ് ദ ഐഡിയ ജനറേഷൻ ടെക്നിക്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇനിഷ്യൽ സ്ക്രീനിങ് പ്രോസസ് ഓഫ് ന്യൂ വെഞ്ചേഴ്സ്. അത് നമുക്ക് ബ്ലോക്ക് 3 യൂണിറ്റ് 7 നിന്നും 3 ടൈംസ് 5 മാർക്സ് ആണ് ആവറേജ്. ഡിസ്കസ് ദ ഫീസിബിലിറ്റി അനാലിസിസ്, ടെക്നിക്കൽ, മാർക്കറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് ഹൗ എവിഡൻസ് ഈസ് കമ്പൽഡ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 നിന്നാണ്. 3 പ്രാവശ്യത്തോളം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിന്. സ്റ്റേറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്ലാന്റ് ലൊക്കേഷൻ ആൻഡ് ലേഔട്ട്, പ്രൊപ്പോസ് എ ബേസിക് ലേഔട്ട് ഓഫ് MSME യൂണിറ്റ്. അത് നമുക്ക് ബ്ലോക്ക് 3 യൂണിറ്റ് 12 നിന്നാണ്. 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 5 മാർക്ക് ആവറേജ് വരുന്നത്. മാപ്പ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് എക്കോസിസ്റ്റം ഫോർ MSME ആൻഡ് സ്റ്റാർട്ടപ്പ്, ഇൻഡിക്കേറ്റ് റോൾ ഓഫ് കീ ഏജൻസീസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 2 പ്രാവശ്യം 10 മാർക്കോളം എക്സ്പെക്ട് ചെയ്യാം. എക്സ്പ്ലെയിൻ എത്തിക്കൽ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് പ്രിൻസിപ്പിൾസ് റെലവന്റ് ടു ന്യൂ വെഞ്ചർ. ബ്ലോക്ക് 4 യൂണിറ്റ് 13 2 പ്രാവശ്യത്തോളം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്ക് ആവറേജ്. അടുത്ത ഈ ഒരു വിഷ്വലൈസേഷനിൽ നോക്കുവാണെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിട്ട് തോന്നുന്നതായിട്ട് നമുക്കറിയാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അപ്പൊ അതിലൊരു അസ്യൂംഡ് നോക്കുവാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ 1, 2 എന്ന് പറഞ്ഞിരിക്കുന്നത് തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന 1, 2, 3 എന്ന് 10 ക്വസ്റ്റ്യൻസോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നോക്കുവാണെങ്കിൽ 6%, 5% ഒക്കെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. 61% ക്വസ്റ്റ്യൻസ് ഫ്രഷ് ആയിട്ടുള്ളതാണ് നമുക്ക് ചോദിച്ച് വന്നിരിക്കുന്നത്. സ്ട്രാറ്റജി അഡ്വൈസ് പാനലിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആ പഠിക്കുന്നതിൽ ഒരു കറക്റ്റ് പാറ്റേൺ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓരോ ആൻസർ എഴുതാൻ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാം. എന്താണ് എഴുതാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒരു ആൻസർ എങ്ങനെ എഴുതണം നമ്മളൊരു പിക്ചറൈസ് ചെയ്യുമല്ലോ, അതിനൊരു 5 മിനിറ്റോ അതിൽ കുറവ് എടുക്കുക. എടുത്തിട്ട് അത് എങ്ങനെ എഴുതണമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു 10-12 മിനിറ്റ് കൊണ്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ്. ഷോർട്ട് നോട്ട്സും അതേപോലെ ലോങ് ആൻസേഴ്സ് വരുമ്പോൾ അതിന് ആ ഒരു ഡെപ്ത് അനലൈസ് ചെയ്ത് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ടൈം പാസ്, നമ്മളൊരു ഒരു 10 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അത് നോക്കുക, കറക്റ്റ് ആയിട്ട് നോക്കുക. കൂടാതെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എഴുതുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. മീൻസ് ഇന്നിപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് തന്നെ നമ്മളത് കിടക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്, നാളെ രാവിലെ പഠിച്ച കാര്യങ്ങൾ എഗെയിൻ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ അതേ കാര്യങ്ങൾ തന്നെ പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞതിന് ശേഷം വായിച്ചു നോക്കുക. എഴുതിയ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ, ഞാൻ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ കറക്റ്റ് ആണോ, എക്സാമ്പിളൊക്കെ കറക്റ്റ് ആണോ, അതിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം ആൻസർ ഷീറ്റ് കൊടുക്കാനായിട്ട്. പിന്നീടുള്ളത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ്. ഏതൊക്കെ ടോപ്പിക്കാണ് ഇനി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതും അതിന്റെ ആ ഒരു വെയിറ്റേജ് പെർസെൻറ്റേജ് എന്തുമാത്രം സാധ്യതയുണ്ട് അതിനി വരാൻ എന്നുള്ളതാണ്. അപ്പൊ അതിൽ ബ്ലോക്ക് 1 ഓവർവ്യൂവില് റൂറൽ ഓൺട്രപ്രണർഷിപ്പ് 50% വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് 40%, വുമൺ ഓൺട്രപ്രണർഷിപ്പ് 40%, ഓൺട്രപ്രണർ വേഴ്സസ് ഇൻട്രാപ്രണർ അത് നമുക്ക് 30%,
ബിസിനസ് പ്ലാൻ ഫോർ സെഷൻസ് ഒരു 30% എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഐഡിയ ജനറേഷൻ 30%, ഫീസിബിലിറ്റി അനാലിസിസ് 30%, പ്ലാൻ ലൊക്കേഷൻ ആൻഡ് ലേ ഔട്ട് 20%, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഫോർ MSME ആൻഡ് സ്റ്റാർട്ടപ്പ് 20%, എത്തിക്കൽ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഗവർണൻസ് 20%. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാംസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ പ്രയോറിറ്റി ബേസ്ഡ് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു റൂറൽ ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്, വുമൺ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റൂറൽ ഓൺടർപ്രണർഷിപ്പ്, സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്, വുമൺ ഓൺടർപ്രണർഷിപ്പ്, ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു 120 to 180 വേർഡ്സിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് എന്താണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു 250 to 450 20 മാർക്കിൽ ചോദിക്കുവാണെങ്കിൽ 350 to 450 വേർഡ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ എന്താണ് ഒരു ലെക്ചർ നോട്ട് പോലെയൊക്കെ എഴുതി എക്സാമ്പിൾസ് വെച്ചിട്ട് ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത് ആ ക്ലാസ്സിൽ പറയുന്ന എക്സാമ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. കൂടാതെ തന്നെ എന്താണ് പഠിച്ച കാര്യങ്ങൾ പിന്നെയും റിവൈസ് ചെയ്ത് ചെയ്യാനൂടെ നോക്കുക. പിന്നെ മീഡിയം പ്രയോറിറ്റിയിൽ നോക്കുവാണെങ്കിൽ ബിസിനസ് പ്ലാനും ഫീസിബിലിറ്റി അനാലിസിസും ഐഡിയ ജനറേഷനുമാണ്. അപ്പൊ അതിൽ ഓരോ പോയിന്റ്സും കൃത്യമായിട്ട് നോക്കുക. ഓരോ ചെറിയ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 12 മിനിറ്റ് ഒക്കെ മതി മാക്സിമം, അതിനുള്ളിൽ അത് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഒരു സി ലെവലിൽ വരുമ്പോൾ കവറേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്ലാൻ ലൊക്കേഷൻ ആൻഡ് ലേ ഔട്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്, എത്തിക്കൽ ഓൺടർപ്രണർഷിപ്പ്. അത് ഈ പറഞ്ഞ ഡെഫിനേഷനും അതിന്റെ പോയിന്റ്സിന്റെ 1 or 2 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മളിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന MMPC 18 ഭാഗമായിട്ടാണ്. അതിൽ 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പെക്ടഡ് വെയിറ്റേജ് എന്ന് പറയുന്നത് 70% ആണ്. ഫസ്റ്റ് തന്നെ നോക്കുക, ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് തന്നാൽ അതിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതുന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. First one, clarifying its defining features and strategic aim, distinguish it from the corporate entrepreneurship in terms of opportunity recognition, value creation, and the performance metrics. Critically discuss how social impact can be measured without diluting the financial sustainability. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ explain the key component to starting and scaling rural venture. Propose a practical roadmap, cluster linkage, platform participation, and supply chain partnership that can raise a productivity and income in a rural context. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അനലൈസ് ദ എക്കോസിസ്റ്റം ബാരിയേഴ്സ് ആൻഡ് ഡിസ്കസ് ദ പോളിസി ആൻഡ് ക്രെഡിറ്റ് സ്കീംസ് ദാറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് പാർട്ടിസിപ്പേഷൻ ആൻഡ് സർവൈവൽ റേറ്റ്സ്. റെക്കമെൻഡ് 3 organizational level practice that demonstrably enhance outcome for the women-led MSME. അടുത്തത് എക്സ്പ്ലെയിൻ ദ കോർ കമ്പോണൻസ് ഓഫ് ബിസിനസ് മോഡൽ ഫോർ എ ന്യൂ സർവീസ് ഓർ എ പ്രോഡക്റ്റ് വെഞ്ചർ. ഔട്ട്ലൈൻ എ ഡിസിപ്ലിൻഡ് അപ്രോച്ച് ടു വാലിഡേറ്റിംഗ് അസംഷൻ ആൻഡ് ഷോ ഹൗ എവിഡൻസ് ഫീഡ്ബാക്ക് ഇൻ ടു മോഡൽ ലിറ്ററേറ്റ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ഹൗ എ കൊഹറന്റ് ബിസിനസ് പ്ലാൻ ഇന്റഗ്രേറ്റ് ടെക്നിക്കൽ, മാർക്കറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഫിസിബിലിറ്റി for a new enterprise for new choice. Identify the critical assumptions for each feasibility dimension and explain the evidence you would collect to test them. ആറാമത്തെ ക്വസ്റ്റ്യൻ compare 3 techniques. Propose a multi-stage screening funnel with clear go skill pile. Create that improve the quality of idea moving to development. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബൂട്ട് സ്ട്രാപ്പിംഗ്, ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ ഇൻ ബിസിനസ് റിസ്ക് appetite and founder control. Discuss a stage capital roadmap for an early stage venture and discuss the trade-off in cost of capital and the governance at each stage. And the last question എന്ന് പറയുന്നത് 8th ആണ്. Evaluate the main determinant of site selection for manufacturing service sector venture. Explain how alternative layout chose and influence throughput, feasibility and cost, and provide a justified layout recommend for the chosen MSME. ഇവിടെ വന്നിരിക്കുന്ന പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ കൂടുതലും MSME ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതൊരു അത്യാവശ്യം കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. ചിലപ്പോൾ ഡയറക്റ്റ് തന്നെ ചോദിക്കാറുണ്ട്. എന്ത് വന്നാലും ശരി ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കാതെ നമ്മൾ എഴുതാനായിട്ട് പാടില്ല.
ചോദിക്കുന്നത് എന്തും ആയിക്കോട്ടെ, പക്ഷെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം എഴുതാനായിട്ട്. നിങ്ങൾക്ക് എന്തറിയാമോ നിങ്ങൾക്കത് അവിടെ എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്താണ് പ്രിപ്പയർ ചെയ്ത് പോയാൽ നമുക്ക് എഴുതാവുന്ന രീതിയിലുള്ള PYQ പ്രിപ്പയർ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ പരീക്ഷയ്ക്ക് വരാറുള്ളത്. അത് മനസ്സിലാക്കി പോവുക. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതി നല്ലൊരു സ്കോർ നേടാൻ സാധിക്കട്ടെ. താങ്ക് യു. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി ഒരു കോംപ്രിഹെൻസീവായ ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക.